എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന വിയർപ്പുനാറ്റം എന്നുള്ളൊരു പ്രശ്നത്തെക്കുറിച്ചും അതിന് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുള്ള ഒരു പരിഹാര മാർഗവുമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം പുറപ്പെടുവിപ്പിക്കുന്ന ഈ വിയർപ്പിന് ഗന്ധമൊന്നുമില്ല, അതായത് ഒരു സ്മെല്ലുമില്ല. പക്ഷേ നമ്മുടെ ചർമ്മത്തിലുള്ള ചില ബാക്ടീരിയകൾ വിയർപ്പുമായിട്ട് പ്രവർത്തിച്ചിട്ട് ദുർഗന്ധമുള്ള ചില രാസപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് വിയർപ്പിന് ദുർഗന്ധം ഉണ്ടാവാനായിട്ട് കാരണമാകും. പറയുകയാണെങ്കിൽ അണ്ടർ ആംസിലൊക്കെ ഉണ്ടാകുന്ന വിയർപ്പുനാറ്റത്തിൻ്റെ പ്രധാന കാരണം അവിടെ വായുസഞ്ചാരം കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ കഷത്തിലൊക്കെ നമ്മൾ വിയർപ്പ് പറ്റിപ്പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് വിയർപ്പുനാറ്റം ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് 2 നേരം കുളിക്കുന്ന വെള്ളത്തിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഇലക്കറികൾ കഴിക്കുക. ഇതൊക്കെ വിയർപ്പുനാറ്റം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ ഓഫീസിലൊക്കെ ഡെയിലി പോകുന്നവർ, കോളേജിലൊക്കെ പോകുന്നവർ, ഇവരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ പോയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കടുത്ത ചൂട് കാരണം വിയർപ്പുനാറ്റം വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതിന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനായിട്ട് നിങ്ങൾ എടുക്കരുത്. നമ്മൾ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി എനിക്ക് ഷെയർ ചെയ്ത് തന്നൊരു ടിപ്പാണിത്. അത് 100% സക്സസ്ഫുൾ ആണ് എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഷവർ ടു ഷവർ പ്രിക്ലി ഹീറ്റ് പൗഡറിനെ കുറിച്ചാണ്. സാധാരണ നമ്മളെല്ലാവരും അത് ചൂടുകുരു മാറാനൊക്കെയാണ് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ ചൂട് മൂലം ഉണ്ടാകുന്ന ചുവന്ന തടിപ്പുകളൊക്കെ മാറാനൊക്കെയാണ് നമ്മൾ ആ പൗഡർ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത്. പക്ഷേ അത് നന്നായിട്ട് വിയർപ്പുനാറ്റം മാറ്റാനുള്ള ഒരു കഴിവും കൂടി ഈ പൗഡറിനുണ്ട്. ഇത് എന്നോട് പറഞ്ഞത് ചേച്ചി പറഞ്ഞപ്പോൾ ഞാനും അത് യൂസ് ചെയ്തു. അപ്പം ഒരുപാട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ ഈ ഒരു പ്രോബ്ലം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. വിപണിയിലുള്ള ഏത് പ്രോഡക്റ്റാണ് നമുക്ക് വാങ്ങിയാൽ നല്ല റിസൾട്ട് ഉണ്ടാവുകയെന്ന് അറിയാതെ ഇരിക്കും. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ വിയർപ്പുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഈ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് ഫുൾ ടൈം നിലനിൽക്കും. നമ്മൾ സാധാരണ ഏത് ഡിയോഡ്രൻസ് യൂസ് ചെയ്താലും കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറയും. പക്ഷേ ഇത് അങ്ങനെയല്ല, നമുക്ക് ആ ഫുൾ ഡേ ആണ് ഇതിൻ്റെ റിസൾട്ട്. എൻ്റെ ചാനലിൽ ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് ടിപ്പുകൾ ഇടുന്നതുകൊണ്ട് ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജിൽ ചോദിക്കേണ്ടായി വിയർപ്പുനാറ്റം മാറാൻ എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ വിയർപ്പുനാറ്റത്തിന് പരിഹാരം കാണാൻ പറ്റിയാലും നന്നായിട്ട് ഈ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അതൊന്നും മതിയാവില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നല്ല റിസൾട്ടുള്ള ഈ ഒരു പൗഡറിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല ടിപ്പുകൾക്കും നല്ല ഗാർഡനിങ് വീഡിയോസിനും എല്ലാം ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്